മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ്. അഡ്മിഷൻ സ്റ്റാർട്ടഡ് LKG to 9th ആൻഡ് ട്രെൻഡ് പ്രീ സ്കൂൾ, KMO ഇംഗ്ലീഷ് ഹൈസ്കൂൾ, പിലാക്കോട്ടുപാടം, കരുളായി. തുവ്വൂർ കമാനം റെയിൽവേ മേൽപ്പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തി തുടങ്ങും മുമ്പ് തന്നെ വാഹന ഗതാഗതം നിയന്ത്രിച്ചത് നാട്ടുകാരെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കി. ബലമുണ്ടായിരുന്ന പാലത്തെ സൗന്ദര്യവൽക്കരണം നടത്തി ദുർബലപ്പെടുത്തിയത് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കമാനത്തിൻ്റെ അവസ്ഥ പറഞ്ഞാലേ വെളുക്കാൻ തേച്ചത് പാണ്ടായി, അതപ്പം ഉണ്ടായത്. എന്താ വെച്ചാൽ ജനങ്ങളാകെ ബുദ്ധിമുട്ടിലായിപ്പോൾ. ആകെ വണ്ടി ബ്ലോക്കും കുട്ടികളും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്ക് പായലും ഒക്കെ പാടായിട്ട് ആകെ ഇടങ്ങേറിലാണ് ഇപ്പോൾ. നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ റോഡ് ഗതാഗതത്തിന് തടസ്സമില്ലാത്ത ഏക റെയിൽവേ സ്റ്റേഷനായിരുന്നു തുവ്വൂർ. ആ പ്രത്യേകത റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഇല്ലാതായി. കമാനം മേൽപ്പാലത്തിനിപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയാണ്. റെയിൽപാത നവീകരണത്തിന്റെ ഭാഗമായി കമാനം സൗന്ദര്യവൽക്കരിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായത്. ഉറപ്പുണ്ടായിരുന്ന സംരക്ഷണ ഭിത്തിക്ക് പുറമെ ഒറ്റവരിക്കരിങ്കല്ലിൽ മറ്റൊരു ഭിത്തി കൂടി നിർമ്മിച്ചു. ചെറിയ ഒരു മഴ പെയ്തതോടെ അത് ട്രെയിനിന് മുകളിലേക്ക് തകർന്നു വീഴുകയും ചെയ്തു. ഭിത്തിയുടെ നിർമ്മാണ ഘട്ടത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് നാട്ടുകാർ രംഗത്ത് വരികയും ചെയ്തതാണ്. തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പാലം അപകടാവസ്ഥയിലാണെന്നും കോൺക്രീറ്റിൽ ചെരിച്ച് 4 വശത്തും ബലപ്പെടുത്താനുള്ള പ്രവൃത്തിയുമാണ് നടത്തേണ്ടത് എന്നും പറഞ്ഞു. 4 ചക്ര വാഹനങ്ങൾ വരെയുള്ളവയ്ക്ക് മാത്രം അനുമതി നൽകി ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾ പൂർണ്ണമായി നിരോധിക്കുകയും ഇരുവശത്തും ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ മേൽപ്പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തി 2ാം ദിവസവും തുടങ്ങിയില്ല എന്നതാണ് ഏറെ പ്രതിഷേധാർഹം. നാട്ടുകാരെയും യാത്രക്കാരെയും ബുദ്ധിമുട്ടിച്ച് 2 ദിവസമാണ് യാതൊരു പ്രവൃത്തിയും നടക്കാതെ കടന്നുപോയത്. അത് ബ്രിട്ടീഷുകാർ അന്നത്തെ കാലത്ത് നല്ല സേഫ്റ്റിയിൽ വരും തലമുറക്കും കൂടി പണി ഉണ്ടാക്കിയ പാലാണ്. അത് റെയിൽ വികസനം എന്ന് പറഞ്ഞാൽ JCB മാന്തി പിന്നെ ഓരോന്ന് ചൊറുക്കൂട്ടി പണി, ആ പണി പാളിയതാണ്. അപ്പം ഇതിൻ്റെ ദുരന്തം, ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൂടുതൽ ബസ്സാണ്. ബസ്സുകാർക്ക് കലക്ഷൻ കമ്പി കണ്ടോ നിർത്തിയെടുക്കണ 2-3 ബസ് ഈ പോക്ക് പോവുകയാണെങ്കിൽ ബസ്സുകാർ അനിശ്ചിതകാല സമയത്തേക്ക് പോവുകയാണ്. കരുവാരക്കുണ്ട് മഞ്ചേരിയിലുള്ള ബസ് സമരം ചെയ്താൽ ജൂൺ 1 സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ സ്കൂൾ കുട്ടികളെ എങ്ങനെ പോകും, ബുദ്ധിമുട്ട് വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികളെ അറിയിച്ച് കേന്ദ്രത്തെ അറിയിച്ചുകൊണ്ട് ഈ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. ഒരു ഭാഗത്ത് ബസ് നിർത്തിയിറങ്ങുന്ന യാത്രക്കാർ കൈക്കുഞ്ഞുങ്ങളുമായി മറുവശത്തേക്ക് ബസ് കയറാൻ ഓടുന്നതും കാണാം. യാതൊരു അപകട സാധ്യതയും ഇല്ലാതിരുന്ന പാലത്തെ മോടി പിടിപ്പിച്ച് നശിപ്പിച്ചത് ഉദ്യോഗസ്ഥരാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഓർഡർ ഇട്ടുകൊണ്ട് കസേരയിലവിടെ കുത്തിരുന്നാൽ മതി. ഇത് അനുഭവിക്കുന്നത് സാധാരണക്കാരായ നാട്ടുകാരാണ്, ജനങ്ങൾ. ഇപ്പം ഈ മയത്ത് എത്രങ്ങാനും ആൾക്കാർ കുട്ടികളെയും പിടിച്ചാണ്ട് അപ്പുറത്തേക്ക് വരുന്നുണ്ടോ, അതൊന്നും ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ കാണില്ല. ഇപ്പം 2 ദിവസമായി ഇവിടെ അടച്ചിട്ടിട്ട് ഇതുവരെ അവിടെ പണി തന്നെ തുറത്തിയിട്ടില്ല. ഈ പണി തുറത്തുമ്പോൾ അടച്ചിട്ടാൽ പോരെ, ഉദ്യോഗസ്ഥന്മാർക്ക് പറഞ്ഞാണ്ട് അവിടെ കുത്തിരുന്നാൽ മതി. ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. അതേസമയം നിലവിലെ ദുരിതാവസ്ഥയെ തുടർന്ന് കമാനം മുതൽ മഞ്ചേരി വരെയും കമാനം മുതൽ കരുവാരക്കുണ്ട് വരെയും സർവീസ് നടത്തുന്ന ബസ്സുകൾ ഓട്ടം നിർത്താനുള്ള തയ്യാറെടുപ്പിലുമാണ്. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ.